സുഹൃത്തുക്കളെ, സംഭവങ്ങളിൽ കൂടെ യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നത് ഞാൻ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുന്ന, എക്കാലത്തും പാലിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അച്ചടക്കമാണ്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻസേഷണലായിട്ടുള്ള ഭാഗം കഴിയുമ്പോൾ സാധാരണ അതിനെ മറക്കുകയാണ് കൂടുതൽ ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്. എന്നാൽ സംഭവങ്ങളെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നിരന്തരമായി അവ നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, തിരിച്ചറിവുകൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം ലാഭകരമായ, അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയായിട്ടാണ് നാളിതുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം എന്നതുപോലെയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കേന്ദ്രബിന്ദു പക്കോമിയോസ് തിരുമേനി, യാക്കോബ സഭയിലെ പക്കോമിയോസ് തിരുമേനി ജിജി തോമസിൻ്റെ പ്രസംഗത്തോട് അതിശക്തമായി പ്രതികരിച്ചതാണ്. ജിജി തോമസിൻ്റെ പ്രസംഗത്തിൽ പല ആശയങ്ങളും വിമർശങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും പക്കോമിയോസ് തിരുമേനി എല്ലാ തിരുമേനിമാരുടെയും പ്രതിനിധി എന്നോണം, അല്ലെങ്കിൽ തിരുമേനി വർഗത്തിൻ്റെ അധികാരവും അന്തസ്സും സംരക്ഷിക്കുവാനുള്ള ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും പ്രതിഷേധാർഹമായി, ഒരു വിധത്തിലും സഹിച്ചുകൂടരുതാത്ത ഒരു അപരാധമായി അദ്ദേഹം കണ്ടത്, ജിജി തോംസൺ തൻ്റെ പ്രസംഗത്തിൽ തിരുമേനിമാരെ വിമർശിച്ചു. അവരുടെ അധികാരമോഹത്തെ, അവരുടെ അധികാര ദുരഭിമാനത്തെ വിമർശിച്ചു എന്നതാണ്. അത് വസ്തുനിഷ്ഠമായി ആ വിമർശനം നടത്തിയതുകൊണ്ട് അത് കൂടുതൽ കുറിക്കുകൊണ്ടു. ഈ കുറിക്കുകൊള്ളുക എന്ന പദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മുടെ വിമർശനത്താൽ നാം ആരെയെങ്കിലും കൊണ്ടെത്തിക്കുമ്പോഴാണ് കുറിക്കുകൊണ്ടു എന്ന പദം അർത്ഥവത്തായിത്തീരുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നെപ്പറ്റി ഒരു വിമർശനം നടത്തി, എനിക്കതിനെപ്പറ്റി മതിയായ ന്യായമായ വിശദീകരണം നൽകാൻ കഴിയുമെങ്കിൽ അതിൻ്റെ കുറിക്ക് കൊള്ളുകയില്ല, അതിൻ്റെ തൊലിയിൽ പോലും തൊടുകയില്ല. അപ്പോൾ ഒരു വിമർശനം കുറിക്ക് കൊണ്ടു എന്ന് പറയുമ്പോൾ അർത്ഥം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ്, അതിന് സത്യസന്ധമായോ വസ്തുനിഷ്ഠമായോ നീതിയുക്തമായോ ഒരു മറുപടി പറയാൻ കഴിയാത്തൊരു ദുരവസ്ഥയിൽ ഒരു വ്യക്തിയെയോ കൂട്ടത്തെയോ കൊണ്ടെത്തിക്കുമ്പോഴാണ് അത് കുറിക്കുകൊണ്ടു എന്ന് നാം അർത്ഥവത്തായി പറയുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ജിജി തോംസൺ നടത്തിയ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് തിരുമേനിമാരുടെ, ഞാൻ സാധാരണ തിരുമേനി എന്ന പദം ഉപയോഗിക്കാറില്ല, പക്ഷേ ഈ സമയത്ത് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്, തിരുമേനിമാരുടെ അധികാര സംബന്ധമായ ദുരഭിമാനവും അത് സംബന്ധമായ അഹങ്കാരവും, അവർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സങ്കല്പങ്ങളും, വാസ്തവത്തിൽ അല്പം യുക്തിസഹജമായി ചിന്തിച്ചാൽ നമ്മെ ചിരിപ്പിക്കേണ്ട സങ്കല്പങ്ങളാണിവ. അതുപോട്ടെ, അതിനെപ്പറ്റി അദ്ദേഹം പരാമർശിച്ചപ്പോൾ ഇത്രമാത്രം ശക്തമായി, ഏതാണ്ട് നിലവിട്ടതുപോലെ, ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു തിരുമേനി പ്രതികരിക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയർഹിക്കുന്ന ഒരു സംഭവ വികാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി
ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതുകൊണ്ട് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, അല്ല നാം എല്ലാവരും എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെപ്പറ്റി ഞാൻ നടത്തിയ ചിന്തകൾ, അന്വേഷണങ്ങൾ, ആന്തരികമായ വിശ്ലേഷണങ്ങൾ, അവ എന്നെ കൊണ്ട് ചെന്നെത്തിച്ച തലങ്ങൾ, ഇവയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഇത് നിങ്ങൾക്ക് തീർച്ചയായും കൗതുകകരമായിരിക്കും. അല്ലെങ്കിൽ ഈ വിഷയം, അല്ലെങ്കിൽ ഇതിൽ കൂടെ നമ്മുടെ മനസ്സിൽ ഉണർന്നു വരുന്ന ചിന്തകൾ ഏവർക്കും താല്പര്യമുള്ളതും പ്രയോജനകരവുമാകും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അത് നിങ്ങളുമായി പങ്കിടാം എന്ന് തീരുമാനിക്കാൻ ഇടയായത്. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കാഴ്ചപ്പാടിൽ നാളിതുവരെയും നമ്മെ പരിശീലിപ്പിച്ച് എടുത്ത വിധത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നാം സഭയെപ്പറ്റി ചിന്തിക്കുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് ദൈവത്തെപ്പറ്റിയോ പുത്രനായ ദൈവത്തെപ്പറ്റിയോ പരിശുദ്ധാത്മാവിനെ പറ്റിയോ അല്ല, മെത്രാനെ പറ്റിയാണ്. അതാണ് സത്യസന്ധമായ കാര്യം. പക്ഷെ അത് ചിലർ സമ്മതിച്ചെന്നിരിക്കും, ചിലർ സമ്മതിച്ചില്ല എന്നിരിക്കും. സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു തിരുമേനിയെ വിമർശിക്കുമ്പോൾ അതൊരു സഭയുടെ ആകമാനമായ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു എന്ന ഒരു ധാരണ, അത് തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നവർ ആത്മാർത്ഥമായി അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെ കൊച്ചാക്കിയാൽ ഞങ്ങളുടെ സഭയെ കൊച്ചാക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് ഒരു ആയിരക്കണക്കിന് ഐമേനികൾ യുദ്ധമുറ പഠിച്ചതുപോലെ വെളിയിൽ വരും എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ സഭ എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു രാജ്യം എന്താണ്, ഒരു സ്റ്റേറ്റ്, കൺട്രി എന്ന ആശയത്തിലല്ല ഞാൻ പറയുന്നത്, ഒരു സ്റ്റേറ്റ് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. സഭ ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. ചർച്ച് ഈസ് എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഫിനോമിനൻ. ഇതാണ് ഏറ്റവും വ്യക്തമായി ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു തിരിച്ചറിവ്. സഭ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൽ നിന്ന് നമുക്കെങ്ങനെ എന്ത് പ്രതീക്ഷിക്കാം, അതിനോട് എപ്രകാരം ബന്ധം പുലർത്തണം, അത് നമ്മളിൽ ഏൽപ്പിക്കുന്ന കടമ എന്താണ്, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിഗണിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സഭയും രാഷ്ട്രവും തമ്മിലുള്ള സിമിലാരിറ്റി, ഒന്ന് മറ്റതിനോട് പോലെ ആയിരിക്കുന്നു. അത് സമാന്തരമായ പാരലലായിട്ടുള്ള സ്ട്രക്ചറാണ്, സിസ്റ്റമാണ്. ഇതിനെപ്പറ്റി നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കണം. ആരും കേട്ടത് അതുപോലെ സ്വീകരിക്കരുത്. ആ പരിപാടി നിർത്തണം. വിമർശനാത്മകമായി മാത്രമേ കേൾക്കുന്നത് എന്തും പരിഗണിക്കാവൂ എന്ന നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് വിഷയത്തിലേക്കാണ്. നമുക്കറിയാം, ഒരു രാഷ്ട്രത്തിന് അതിൻ്റേതായ ദൈവങ്ങളുണ്ട്. വാസ്തവത്തിൽ മതത്തിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ മതം ചരിത്രത്തിൻ്റെ ഭൂരിഭാഗങ്ങളിൽ രാഷ്ട്രങ്ങളുടെ മതമായിരുന്നു. ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ, പിന്നെ ഇസ്ലാം വന്നപ്പോൾ അത് മാറി. ഒരു സാർവലൗകിക മതബോധമായി ക്രിസ്ത്യാനി വളർന്നതുകൊണ്ട് അതിനെ കോപ്പി ചെയ്ത്, അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് മുഹമ്മദ് ഇസ്ലാമിനെയും ഒരു വേൾഡ് വൈഡ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയായി വിഭാവന ചെയ്തു. എന്നാൽ അതുവരെയും ഇപ്പോൾ യഹൂദ മതം നാം നോക്കുമ്പോൾ അതൊരു രാഷ്ട്ര മതമാണ്. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രവും മതവും നിയമവും എല്ലാം, മതപരമായ നിയമങ്ങളും സിവിൽ ലോസ് ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ
ആഥൻസ്, ഗ്രീസിലെ ആഥൻസിൽ നോക്കുമ്പോൾ ആഥൻസിന് അതിൻ്റേതായ ദൈവങ്ങളും അതിൻ്റേതായ മതങ്ങളുമുണ്ട്. ആ ദൈവങ്ങളുടെ സംരക്ഷണത്തിൽ നിന്നെങ്കിൽ മാത്രമേ ആഥൻസിന് നിലനിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. രാഷ്ട്രത്തിൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചാൽ രാഷ്ട്രം തകർന്നു പോകുമെന്നതായിരുന്നു അവിടെ വിശ്വാസം. അതുകൊണ്ടാണ് രാഷ്ട്രദൈവങ്ങളെ അംഗീകരിക്കാത്ത ആളുകളെ പീഡിപ്പിക്കുന്നത് ഒരു സർക്കാരിൻ്റെയും അതിനെ സഹായിക്കുന്നത് പൗരന്മാരുടെയും കടമയാണ് എന്ന ഒരു ധാരണയുണ്ടായത്. റോമും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കോൺസ്റ്റൻറ്റൈൻ രാഷ്ട്രീയ കാരണം കൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതുവരെ റോമിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്തായിരുന്നു? റോമിന് അതിൻ്റേതായ ദൈവമുണ്ടായിരുന്നു. റോമൻ ചക്രവർത്തിമാർ സൂര്യഭഗവാനെ ആരാധിക്കുന്നവരായിരുന്നു. അത് ക്രിസ്തുമതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ സൺഡേ എന്ന് പറയുന്നു. എന്താണ് സൺഡേ? ഭഗവാനെ ആരാധിക്കാനായി റോമൻ എംപയറിൽ അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ള പ്രജകൾ അല്ലെങ്കിൽ ചക്രവർത്തി മാറ്റിവെച്ചിരുന്നൊരു ദിവസമാണ് ഈ സൺഡേ എന്ന് പറയുന്നത്. അതും യേശുവുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്നുള്ള പച്ചക്കള്ളം പറഞ്ഞ് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമുക്കതിൻ്റെ ആവിർഭാവം അറിയാത്തത് കൊണ്ട് സൺഡേ യേശു ഒരു ദിവസമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, സത്യം, ചരിത്ര സത്യം മറ്റൊന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആദിമ നൂറ്റാണ്ടുകളിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് റോമിൽ പീഡിപ്പിക്കപ്പെട്ടത്? വൈ വർ ക്രിസ്ത്യൻസ് പെർസിക്യൂട്ടഡ് ഇൻ റോം റൈറ്റ് അപ്പ് ടു ദ ടൈം ഓഫ് കോൺസ്റ്റൻറ്റൈൻ ദി എംപറർ? ക്രിസ്ത്യാനികൾ റോമിൻ്റെ രാഷ്ട്രദൈവങ്ങളെ ആരാധിക്കുവാൻ മടിച്ചു, അതിനവർ സഹകരിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യാനികൾ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ നിലപാടിന് അപകടം വരുത്തുന്നു അല്ലെങ്കിൽ അപകടകാരികളാണ് എന്ന് ചക്രവർത്തിമാർ, റോമൻ സീസേഴ്സ് ആത്മാർത്ഥമായി വിശ്വസിച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്. അല്ല, അവർക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. അവർ ചെയ്യുന്നത് പരിശുദ്ധമായ, ഒരിക്കലും ഒഴിച്ചുവിടാൻ മാറ്റിവെക്കാൻ കഴിയാത്തൊരു കടമയായിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ക്രിസ്തു മതത്തിനും അതിൻ്റേതായ ദൈവമുണ്ട്. അതിനേക്കാൾ രസകരമാണ് ക്രിസ്തു മതത്തിൻ്റെ ഭാഗങ്ങളെന്ന് അവകാശപ്പെടുന്ന ഓരോ സഭാവിഭാഗത്തിനും അതിൻ്റേതായ യേശുക്രിസ്തുവുണ്ട്. നിങ്ങൾ എത്ര യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്? യേശു ഒന്നാണോ അനേകമാണോ? നിങ്ങൾ ആലോചിക്കണം. കത്തോലിക്ക മതത്തിലെ യേശുവാണോ പെന്തക്കോസ്തിലെ യേശു? പെന്തക്കോസ്തിലെ യേശുവാണോ മർത്തോമ യേശു? മർത്തോമ യേശുവാണോ യാക്കോബ യേശു? അതിനേക്കാളൊക്കെ ഭീകരമാണ് യാക്കോബ യേശുവാണോ ഓർത്തഡോക്സ് യേശു? നാം ചിന്തിക്കണ്ടേ? അപ്പോൾ ഓരോ രാഷ്ട്രത്തിനും ഓരോ ദൈവങ്ങൾ വേണം. അങ്ങനെ നാം നമ്മുടേതായ ദൈവങ്ങളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അത് വേദപുസ്തകത്തിലാണെന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ സത്യം എന്താണെന്ന് ദൈവത്തിനും അറിയാം, പിന്നെ അല്പം ആലോചിക്കുന്ന നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രത്തിന് ഒരു ദൈവമുണ്ടാകണം. ഇത് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ എളുപ്പമാണ്. കാരണം ഇന്ന് നിങ്ങൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയമായ ആ ഒരു ഞാറ്റുതല എന്താ പറയുന്നത് സാഹചര്യം നോക്കിയാൽ ഭാരതം ഇപ്പോൾ ഒരു ദൈവത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വളരെ രസകരമായ കാര്യമാണ്. നിങ്ങൾക്കറിയാം, 1980 കഴിഞ്ഞ നൂറ്റാണ്ടിലെ 80കൾ വരെ രാമന് ഭാരതത്തിൽ വലിയ സീറ്റില്ലായിരുന്നു. ലോർഡ് റാം ഡിഡ് നോട്ട് കൗണ്ട് ഫോർ മച്ച്. എന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അയോധ്യ ടെമ്പിൾ മൂവ്മെൻറ്റിൽ കൂടെ ഭരണചക്രം പിടിച്ചെടുക്കാമെന്ന LK അദ്വാനിയുടെ വലിയ കണ്ടുപിടുത്തത്തിൽ കൂടെയാണ് ലോർഡ് റാം അല്ലെങ്കിൽ ഭഗവാൻ രാമൻ
പെട്ടെന്ന് ഒരു നാഷണൽ ഗോഡായി, ഒരു രാഷ്ട്രദൈവമായി അദ്ദേഹത്തെ ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ അയോധ്യയിൽ അമ്പലം പണിയുന്നു, അമ്പലം അടുത്ത വർഷം ആദ്യം ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കാം. ഭഗവാൻ രാമനെ ഭാരതത്തിൻ്റെ രാഷ്ട്രദൈവമായി ഉയർത്തുകയും അങ്ങനെ ആ ഏകദൈവത്തിൽ കൂടെ ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസവർഗത്തിൻ്റെ ഐക്യം സുനിശ്ചിതമാക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ പറയുന്ന കാര്യം സത്യമാണ് എന്ന് ഏറെ നാൾ താമസിയാതെ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് അതിൻ്റേതായ ദൈവമുണ്ട്, അതുപോലെ തന്നെ മതത്തിലും നമുക്കറിയാം. രണ്ടാമതായിട്ട് ഒരു രാഷ്ട്രത്തിന് അതിൻ്റേതായ മാലാഖമാരുണ്ട്, പിശാചുക്കളുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് കോൺഗ്രസ്സുകാരുടെ കണ്ണിൽ RSSകാർ പിശാചുക്കളായിരുന്നു. ഇപ്പോൾ RSSകാരുടെ കണ്ണിൽ കോൺഗ്രസ്സുകാർ പിശാചുക്കളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറയുന്നത്. അപ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയം എന്താണ്? പിശാചിനെ ഒഴിപ്പിക്കുക. കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ഒരു പിശാച് ഒഴിപ്പിക്കൽ, എക്സോസിസമാണത്. അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ഇത് മതപരമായൊരു സമീപനമാണ്. നിങ്ങളൽപ്പം അന്വേഷണ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ രസാവഹമായ ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ പ്രാപിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഏഞ്ചൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകരായ ആളുകളൊക്കെയും ഏഞ്ചൽസാണ്. അതുപോലെ തന്നെ BJPയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഏഞ്ചൽസാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന ആളുകൾ ഡെവിൾസാണ്. ഇത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും ഏഞ്ചൽസും ഡെവിൾസുമുണ്ട്, അശുദ്ധാത്മാക്കളും ശുദ്ധാത്മാക്കളുമുണ്ട്. അതുപോലെ തന്നെ ഒരു ഇപ്പം കത്തോലിക്ക മതത്തിൽ പോപ്പുണ്ട്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് ആർച്ച് ബിഷപ്പ് കാൻറ്റർബറി ഉണ്ട് എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിലും ഒരു പോപ്പുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പോപ്പ് ആരാന്ന് ചോദിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം, അത് നരേന്ദ്രമോദിയാണ്. ഒരു കാലത്തത് മഹാത്മാഗാന്ധി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗാന്ധിയുടെ കാലം കഴിഞ്ഞു. അവിടെ സവാർക്കറെ വെക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയുടെ പോപ്പ് സവാർക്കറല്ല, നരേന്ദ്രമോദി തന്നെയാണ്. ഞാനിത് ആരെയും കുറ്റം പറയാനോ വിമർശിക്കാനോ ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങളല്ല. യാഥാർത്ഥ്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുമായി പങ്കിടുന്നു എന്ന് മാത്രം. പ്രധാനമായിട്ട് ഒരു 10 വർഷത്തിന് മുമ്പ് വരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ പാപമായിരുന്നില്ല. ഇപ്പോൾ നെഹ്റുവിനെ പറ്റി എന്തെങ്കിലും ഒരു നല്ല കാര്യം, അദ്ദേഹം ഇന്നത് നല്ലത് ചെയ്തു എന്ന് പറയാൻ ആളുകൾക്ക് ഭയമാണ്. കാരണം ഇപ്പോൾ ഭാരതത്തെ ഭരിക്കുന്ന ഭാരത രാഷ്ട്രത്തിൻ്റെ ദൈവം മാറിപ്പോയി എന്നതുകൊണ്ടാണ്. വേറൊരു ദൈവമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്കറിയാം യൂറോപ്പിൽ മുഴുവനും കത്തോലിക്ക മതമായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലും കത്തോലിക്ക മതമായിരുന്നു. ഹെൻറി 8 കാലത്ത് അദ്ദേഹത്തിന് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു. റോം അതിന് വണങ്ങാഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി. അന്ന് തൊട്ട് പോപ്പ് സാത്താനായി മാറി, മറ്റൊരു ദൈവം ഇപ്പുറത്തുണ്ടായി. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇനിയും ഒരു രാഷ്ട്രത്തിന് അതിൻ്റേതായ സിമ്പിൾസ് ഉണ്ട്. സിമ്പിൾസ് ഇപ്പോൾ ഭാരതത്തിൻ്റെ സിമ്പിൾ എന്താണ്? അശോകചക്രമാണെന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വിശാലമായി പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഫ്ലാഗാണ്. ഫ്ലാഗിൻ്റെ നടുവിൽ അശോകചക്രമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ക്രിസ്തു മതത്തിന് കുരിശ്.
നമ്മൾ കുരിശിനെ വലിയ ഭക്തിയായിട്ടിങ്ങനെ ആരാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ കുരിശിനെ വഹിച്ച് നടക്കുന്നവരാണ്. ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി കുരിശാണ്. കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ മേലാത്തവരാണ് നാം. എപ്രകാരം നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയെ ഉപയോഗിക്കുന്നു, അതേ അർത്ഥത്തിലും അതേ തോതിലും അതേ വിധത്തിലും മാത്രമാണ് ക്രിസ്ത്യാനി കുരിശ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ 2 തവണ, ഓഗസ്റ്റ് 15-ാം തീയതിയും ഫെബ്രുവരി 26-ാം തീയതിയും നാഷണൽ ഫ്ലാഗ് അനാവരണം ചെയ്യുന്നു. അൺഫോൾഡ് ദ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് പോലെ വർഷത്തിലൊരിക്കൽ നമ്മൾ കുരിശിനെ ധ്യാനിക്കുന്നു. കുരിശിനെ ധ്യാനിക്കുന്നതല്ലാതെ കുരിശിൻ്റെ അർത്ഥം, കുരിശിൻ്റെ വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആരും, മെത്രാൻ തൊട്ട് ഇങ്ങ് താഴെ ഇരിക്കുന്ന എന്നെപ്പോലെയുള്ള കിത്രാന്മാർ വരെ ശ്രമിക്കുന്നില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നമുക്ക് ആർക്കും അറിയാമെങ്കിൽ ദൈവത്തിനറിയാം. ഇതാണ് അതിൻ്റെ യാത്ര. അപ്പോൾ ഇമേജറി വളരെ വളരെ പ്രാധാന്യമർഹിക്കുക. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ടെമ്പിളുണ്ട്, പൊളിറ്റിക്കൽ ടെമ്പിളുണ്ട്. അതാണ് പാർലമെൻറ്റ്. അതുപോലെ തന്നെ മതത്തിൽ കത്തീഡ്രൽസ് ഉണ്ട്, പിന്നെ സുപ്രധാനമായ ടെമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ കാബ പോലെയുള്ള, മുസ്ലിങ്ങൾക്ക് കാബ പോലെയുള്ള. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ കാബയാണ്, പൊളിറ്റിക്കൽ ഹോളി എന്താ പറയുന്നത്, കത്തീഡ്രൽ ഓഫ് കാൻറ്റർബറിയാണ്, അല്ലെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ആണ് ഇന്ത്യൻ പാർലമെൻറ്റ്. അങ്ങനെ നാം നോക്കുമ്പോൾ ഇതെല്ലാം സമാനമായ ഘടനയിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ, മനുഷ്യൻ്റെ മനഃശാസ്ത്രം, മനുഷ്യൻ്റെ മനസ്സ് എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതിനെ മാത്രം ആസ്പദമാക്കി സൃഷ്ടിച്ചിരിക്കുന്ന 2 സമാന്തരമായ ഘടകങ്ങളാണ് രാഷ്ട്രവും മതവും. ഇതിന് ദൈവം എന്നൊരു പരിവേഷം കൊടുക്കുന്നുവെങ്കിലും ഇതിൻ്റെ ഘടനയിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ദൈവമില്ലെന്നോ പരിശുദ്ധാത്മാവില്ലെന്നോ യേശു നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനല്ലെന്നോ അല്ല ഞാൻ പറയുന്നത് ഒരു വിശ്വാസ ദർശനത്തെ, ഒരാത്മീയ ദർശനത്തെ ഒരു മതമായി സംഘടിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മറ്റെല്ലാ സംഘടനകളുടെയും തനതായ എസെൻഷ്യലായിട്ടുള്ള സ്ട്രക്ചറിലായിരിക്കും പ്രവർത്തിക്കുന്നത്. മതമെന്ന് പറഞ്ഞതുകൊണ്ടോ രാഷ്ട്രീയമെന്ന് പറഞ്ഞതുകൊണ്ടോ യാതൊരു വ്യത്യാസവുമില്ല. ഇതിൻ്റെ സംഘടിതമായ രൂപം ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ആയിരിക്കും. ഇനി മതത്തിൽ ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്നത്, രാഷ്ട്രത്തിലൊരു വലിയ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണ്? ആർമി, അതുപോലെ തന്നെ പോലീസ്, പിന്നെ അതിനോട് നിൽക്കുന്ന ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥിതി, ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന, നിയന്ത്രിച്ച് നിർത്തുന്ന പാർലമെൻറ്റ്. ഇതൊരു ശക്തിയുടേതായ ഒരു രാഷ്ട്രത്തിന് ഒരു ശക്തി സിസ്റ്റം ഓഫ് പവർ വേണം. ആ രാഷ്ട്രത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ബാഹ്യമായിട്ടാണ്. ദി coercive part of the state operates from without. അതുപോലെ മതത്തിലും ഒരു ശക്തിയുണ്ട്. ഈ മതത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവല്ല, അത് ആത്മീയമായ ശക്തിയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. മതത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവല്ല. ഇത് വളരെ രസകരമാണ്. മതത്തിൻ്റെ ശക്തി, അതിൻ്റെ പേര് പാപം എന്നാണ്. പാപം എന്നല്ല, ഗിൽറ്റ്, കുറ്റബോധം. ജനതയെ നിയന്ത്രിക്കാനായി ഒരു രാഷ്ട്രഘടന, പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെ പോലീസിനെയും പാരാമിലിറ്ററിയെയും മിലിറ്ററിയെയും കോർട്ടിനെയും നിയമവ്യവസ്ഥയൊക്കെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെയാണ് കുറ്റബോധം എന്ന് പറയുന്ന ഈ ആന്തരികമായ മർമ്മത്തിൽ കൂടെ മനുഷ്യനെ മതത്തിൻ്റെ മേഖലയിൽ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. വ്യത്യാസം ഇത്ര മാത്രമാണ്, രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണ ശക്തി ബാഹ്യമായി പ്രവർത്തിക്കുമ്പോൾ
മതത്തിൻ്റെ നിയന്ത്രണ ശക്തി ആന്തരികമായി പ്രവർത്തിക്കുന്നു. ബാഹ്യമായ നിയന്ത്രണ ശക്തികൾക്ക് മാറ്റം മറിച്ചിലുകൾ വരാം, ഏറ്റക്കുറച്ചിലുകൾ വരാം. എന്നാൽ ആന്തരികമായി വർത്തിക്കുന്ന നിയന്ത്രണ മർമ്മത്തിന്, ശക്തിക്ക് ഒരു മാറ്റവും വരികയില്ല. അതിൽ നിന്നൊരു വിമോചനവും ലഭിക്കുകയില്ല. അതിന് ഏറ്റക്കുറവുകൾ ഉണ്ടാകുകയില്ല. അതെപ്പോഴും നിങ്ങളെ കൂടുതൽ അലട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു വെളിച്ചത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പുരോഹിതൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാവരും പാപികളാണ്, ഒരു നന്മയുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് വീണുപോയി, ഞങ്ങൾ മാത്രം വീഴാതെ ഇങ്ങനെ നിൽക്കുന്നു, പിടിച്ചു നിൽക്കുകയാണ്, ഞങ്ങളുടെ വാലെ പിടിച്ചു, എന്നാൽ നിങ്ങൾക്ക് നിലനിൽപ്പാണ്. ഇങ്ങനെയുള്ള അപ്പോൾ ജനം പാപം എന്ന ഈ ആശയത്തിൽ കൂടെ ജനങ്ങളുടെ വില 100% ഇടിച്ച് അവർക്ക് രണ്ട് കാലിൽ നിൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലാക്കി വെച്ച് അവർ മതപരമായ സംഘടനകളെയും അത് നടത്തി വരുന്ന ഈ മഹാന്മാരെയും മാത്രം ആശ്രയിച്ചാലേ ഒരു ദിവസം കഴിക്കാനൊക്കെയുള്ളൂ എന്ന ഈ ഒരു ധാരണ കൊണ്ടുവെക്കുന്നു. മതം നിഷ്കർഷിക്കുന്ന അതേ വഴിയിൽ അതേ റോഡിൽ ഓടിയില്ലെങ്കിൽ വലിയ അപകടം വരും. നിത്യതയിൽ വെന്ത് ചാകും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പാണ്ടിലോറി നിൻ്റെ മണ്ടയ്ക്ക് കയറും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയാൽ അതുപോലെ നിൽക്കും. അതുകൊണ്ടാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പോലും വളരെ ബുദ്ധിമാന്മാരായ, വിദ്യാസമ്പന്നരായ, അറിവിൻ്റെ കേദാരങ്ങളായ മറ്റെല്ലാ തുറകളിലും ശോഭിക്കുന്ന ആളുകൾ പോലും മതത്തിൽ വരുമ്പോൾ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ മൊണ്ണകളെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ മർമ്മം ഇതാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മെ നിയന്ത്രിച്ച് വരയ്ക്ക് നിർത്തുവാൻ തക്കതായ അതിവിദഗ്ധമായും ഘോരമായും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മതത്തെ സംഘടിപ്പിച്ച് വച്ചിരിക്കുന്നു. അതിൽ നാം പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. ഇനിയും അപ്പോൾ നിങ്ങൾ പറയും, രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഉണ്ടോ? അതൊരു ഇല്യൂഷൻ മാത്രമാണ്. പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ 5 വർഷവും എനിക്ക് വോട്ടുണ്ടല്ലോ. വോട്ടുണ്ട്. വോട്ട് കൊണ്ട് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച്, നിങ്ങളുടെ മൂല്യങ്ങളനുസരിച്ച്, ആദർശങ്ങളനുസരിച്ച്, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചമനുസരിച്ച് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ നമ്മുടെ വോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു പാർട്ടിയെ കയറ്റുന്നു, അവർ നാടും പിടിക്കുന്നു. അവരുടെ അമർഷത്തിന് അവരുടെ ശത്രുക്കളെ അടുത്ത വർഷം ജയിപ്പിച്ച് കയറ്റിയിരുത്തുന്നു. അവരും നന്നേ മുടിക്കുന്നു. അവരോടൊപ്പം ദേഷ്യം തോന്നിയിട്ട് അടുത്ത തവണയും നമ്മളെ ഇറക്കി വിട്ട ആളുകളെ വീണ്ടും അയ്യോ തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുത്തുന്നു. അവരും ശരിച്ച് പഴയ പണി, ശങ്കരൻ പിന്നെയും തെങ്ങയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇത് തിരഞ്ഞെടുപ്പായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വോട്ട് ശിക്ഷിക്കാനായിട്ട് നാം ഉപയോഗിച്ച ചാട്ടവാർ മാത്രമാണ്. ഇത് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ല. പിന്നെ ഇത് പീപ്പിൾസ് പവർ, ജനങ്ങളെ ഭരിക്കുന്നതൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങളുടെ പ്രതിനിധിയായ ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ചല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പാർട്ടി ആളോട് പറയും കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക, അയാൾ കിഴക്കോട്ട് നിൽക്കും. വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക, ഒറ്റക്കാലം നിൽക്കുക, അങ്ങനെ ചെയ്യും. നിങ്ങളും അവരുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഇതൊക്കെ ഈ ഒരു വിശ്വാസം പോലെയാണിത്. യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ചില സങ്കല്പങ്ങൾ. നാം വിശ്വാസത്തെയും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. വിശ്വാസം എന്താണെന്ന് നമ്മുടെ ഇടയിൽ ഒരു ഡയലോഗ്, ഒരു ഡിബേറ്റ് നടന്നാൽ ആരെന്തൊക്കെ പറയുമെന്ന് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അവരെല്ലാവരും വിശ്വാസികളാണ്. പക്ഷേ വിശ്വാസം എന്നാൽ ഏതർത്ഥത്തിലാണ് നാം വിശ്വാസികൾ? നമ്മുടെ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നോ, അതിലെന്തെങ്കിലും ഗുണമുണ്ടോ, സാധ്യതയുണ്ടോ, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്വതന്ത്രമാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. എന്താണെന്ന് എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. തെറ്റിപ്പോയെങ്കിൽ നിങ്ങളത് തന്നെ അറിയിക്കുക. ഞാനത് തെറ്റ് തിരുത്താൻ തയ്യാറാണ്.
രാഷ്ട്രവും സംഘടിത മതവും, ഞാൻ യേശുവിൻ്റെ മാർഗത്തെപ്പറ്റി അല്ല പറയുന്നത്. യേശുവിൻ്റെ മാർഗവും ക്രിസ്തു മതവും തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ മാർഗത്തെ പറ്റിയല്ല പറയുന്നത്, ക്രിസ്തു മതത്തെ പറ്റിയാണ് പറയുന്നത്, എല്ലാ മതങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കുന്നു, രാഷ്ട്രത്തിൻ്റെ ഘടന എന്താണ്, എന്തിനു വേണ്ടി നിൽക്കുന്നു, ഇതിന് സമാനമായ ഒരു സംഘടനയാണ് മതം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം കാണുന്നുവോ അത് അച്ചട്ടായിട്ട് അതുപോലെ മതത്തിലും കാണും. അപ്പോൾ അതുകൊണ്ടാണ് മെത്രാൻ്റെ അധികാരത്തെ തൊട്ട് കളിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒന്ന് വിമർശിച്ചപ്പോൾ, ആകപ്പാടെ ആകാശമിടിഞ്ഞ് വീഴുന്നു എന്ന ഒരു വിധത്തിൽ പക്കോമിയോസ് തിരുമേനി സംസാരിച്ചു. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കും. ജി തോംസൺ പറയുന്നു, പരമാധ്യക്ഷൻ എന്തിനാണ് മർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്തായ പരമാധ്യക്ഷൻ എന്ന് വിളിക്കുന്നത്? പക്ഷേ എനിക്കത് ജി തോംസൺ പറഞ്ഞതിന് എനിക്ക് അത്ഭുതമാണ്. കാരണം അങ്ങനെ വിളിക്കാനൊക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ മോദിയെപ്പറ്റി എന്താണോ പറയുന്നത്, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പരമാധ്യക്ഷൻ മോദിയാണ്. രണ്ട് മോദി ഉണ്ടാകാൻ സാധ്യമല്ല. ഉണ്ടായാൽ ഒരു മോദി മറ്റൊരു മോദിയെ കൊന്നിരിക്കും. അങ്ങനെ ഗുജറാത്തിലൊരു സംഭവം നടന്നു. അതിപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞാൽ ഞാൻ അകത്താകും, ഒന്നും പറയുന്നില്ല. ഞാൻ അത് മോദിയെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്, വേറൊരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു പരമാധ്യക്ഷൻ വേണം. രാഷ്ട്രീയം നടക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിന് ഹൈക്കമാൻഡുണ്ട്. BJP ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. നമ്പർ 10 ജൻപദ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന BJP അതിനേക്കാൾ 100 മടങ്ങ് ശക്തമായ ഹൈക്കമാൻഡാണ്. മോദി ഷാ കമ്പൈൻ എന്ന് പറയും. പക്ഷേ ഒരു ഹൈക്കമാൻഡ് മറ്റൊരു ഹൈക്കമാൻഡിനെ വിമർശിക്കും, കഴിയുമെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഹൈക്കമാൻഡ് ഇല്ലാതെ രാഷ്ട്രീയം പ്രവർത്തിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഏത് പാർട്ടിയും എടുത്തു, ഒരു ഹൈക്കമാൻഡ് വേണം. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഒരു സ്വേച്ഛാധിപതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ സാധ്യമാകുകയുള്ളൂ. സ്വേച്ഛാധിപതിയല്ലാതെ മനുഷ്യരെല്ലാവരും തുല്യമാണെന്ന് വിശ്വസിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടു പോകാൻ സാധ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? ഏറ്റവും ശക്തമായി സ്വച്ഛാധിപത്യം പാലിക്കുന്ന ഒരു നായകനെയാണ്, ലീഡറെയാണ് ഒരു സമൂഹം, ഒരു ജനത ഏറ്റവും അധികം ആരാധിക്കുന്നത്. നരേന്ദ്രമോദി അതിന് ഉത്തമ ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ദൈവതുല്യമാണ്? നമോ 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 എന്ന് പറഞ്ഞാൽ ആരാധനയിൽ നമോ 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 എന്ന് ഞങ്ങളുടെ നാട്ടിൽ കുട്ടികൾ വൈകിട്ട് ചൊല്ലുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ ചുറ്റുമെല്ലാം ഹിന്ദു കുടുംബങ്ങളായതുകൊണ്ട് രാത്രി നമുക്ക് കേൾക്കാം നമോ 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 നമോ. അതാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർ. അപ്പോൾ അതൊരു ആരാധനയാണ്. രാഷ്ട്രീയത്തിലും ആരാധനയുണ്ട്, രാഷ്ട്രീയത്തിലും അമ്പലങ്ങളുണ്ട്, രാഷ്ട്രീയത്തിലും പ്രാർത്ഥനകളുണ്ട്, രാഷ്ട്രീയത്തിലും പറഞ്ഞതുപോലെ ഇമേജറികളും സിമ്പിൾസും കളറും മണവും ഗുണവും എല്ലാം ഉണ്ട്. മതത്തിലുള്ളത് മുഴുവനും രാഷ്ട്രീയത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുള്ളത് മുഴുവനും മതത്തിലുണ്ട്. അപ്പോൾ മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസൈഡിങ് ബിഷപ്പ്, അദ്ദേഹം ലോകത്തിൻ്റെ മുഴുവനും നെറുകയിൽ നിൽക്കുന്നു, ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ മാർത്തോമാക്കാർ സായുജ്യമടയും. അദ്ദേഹമാണ് ലോകത്തിൻ്റെ പരമാധികാരി എന്ന് പറയുമ്പോൾ മാർത്തോമാക്കാർ ഒരു 100 ഹല്ലേലൂയ വിളിക്കും. അത് അവരുടെ ആവശ്യമാണ്, അവരുടെ മനഃശാസ്ത്രപരമായ ആവശ്യമാണ്. ഇപ്പോൾ BJPക്കാർക്ക് മോദിയാണ് ലോകഗുരു, വിശ്വഗുരു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ കയറിയവർ. അതുപോലെയാണ് മാർത്തോമാക്കാർക്ക് അവരുടെ മെത്രാപ്പോലീത്ത
പരമാധ്യക്ഷൻ എന്ന് പറയുമ്പോൾ പരമശിവനേക്കാൾ അപ്പുറത്താണ്. അതിനകത്ത് സംശയം എന്താണ്? അത് ഒരു സഭയുടെ മുഴുവനും തലവനാണല്ലോ. നിങ്ങൾ ഓരോ ചെറിയ ചെറിയ ഡയസസിൻ്റെയും തലവനായിരിക്കുന്ന മെത്രാനെ ശ്രദ്ധിക്കണം. അവരൊക്കെ പരമശിവൻ്റെ അപ്പുറത്താണെന്നും പറഞ്ഞ് നടക്കുന്ന പീറ ആളുകൾ. കാരണം അങ്ങനെ അഭിനയിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. കൂടെയുള്ള ആളുകൾ അവരെ തൊഴിക്കും. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ മർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന തിയോഡോഷ്യസ് തിരുമേനി അധികാരഭ്രാന്തനാണോ അല്ലയോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം അങ്ങനെ ഒരു നാടകം കളിച്ചില്ല എങ്കിൽ, അദ്ദേഹം ഇങ്ങനെ സിംഹാസനത്തിൽ വന്ന് പരമാധികാരിയായി സ്വയം ആരൂഢനായില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നരേന്ദ്രമോദി എന്താണ്, ആരും അടുത്ത് വരാൻ സമ്മതിക്കത്തില്ല. മീഡിയ പോലും ദൂരെ മാറി നിന്ന് ഇപ്പോൾ പുടിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് മറ്റ് ലോക രാഷ്ട്ര തലവന്മാർ പോകുമ്പോൾ ഒരു 30 അടി അകലത്തിലുള്ള അത് നിർത്തത്തുള്ളൂ. കാരണം ഞാൻ ലോകത്തിലേക്കും വലിയ ആളാണ്, പരമാധികാരിയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇങ്ങനെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി, അതുകൊണ്ട് മെത്രാന്മാരും കാല് കഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇളകിപ്പോകരുത്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കാര്യമുണ്ടെങ്കിൽ അവർ ചെയ്യത്തില്ല. സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഈ വർഷത്തിലൊരിക്കൽ ആളുകളുടെ കാല് കഴുകുന്നത് മെത്രാന്മാർ. ആ കാല് കഴുകുന്ന പ്രക്രിയയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ അവരത് ചെയ്യുകയില്ല. ഇപ്പോൾ തന്നെ മോദി ആദ്യമായിട്ട് പാർലമെൻറ്റിൽ കയറാൻ വന്നപ്പോൾ മുട്ടുകുത്തി പാർലമെൻറ്റിൻ്റെ ആ കൽപ്പടവെ ചുംബിച്ചു. അതിനകത്തൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പാർലമെൻറ്റിലെ പ്രൊസീജിയർ നന്നായില്ല, പാർലമെൻ്ററി ഡിബേറ്റ് മെച്ചപ്പെട്ടില്ല, പാർലമെൻറ്റിൽ ആളുകൾ പരസ്പരം വളരെ സൗഹാർദ്ദമായി പ്രവർത്തിച്ചില്ല, ഒരു പുതിയ ആദർശം വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് എൻ്റെ ഗീതയും ബൈബിളും എല്ലാമാണ്, ഒരൊറ്റ അതിവിശുദ്ധ ഗ്രന്ഥമേ ഉള്ളൂ, എനിക്കത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് നമ്മൾ വേദപുസ്തകം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന അതേ വാക്കാണെന്ന് പറയുന്ന പോലെയാണ്. അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഉദ്ദേശിച്ചല്ല നമ്മൾ പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടെ പറയുന്ന കാര്യമല്ല. ഇങ്ങനെ പറയുന്ന കേൾക്കാനൊരു രസമാണ്. അത് രാഷ്ട്രീയത്തിലും ഇപ്പോൾ ജനതാ ജനാർദ്ദൻ എന്ന എല്ലാ പ്രസംഗത്തിലും മോദി പറയാറുണ്ട്. ജനതാ ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ജനതയാണ് എൻ്റെ ദൈവം. അത് പറയാൻ കൊള്ളാം, കേൾക്കാനും ഒരു രസമാണ്. പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നോക്കിയാൽ നിങ്ങൾക്ക് അടി കിട്ടും. സംശയിക്കേണ്ട. ഒരു ജനതയും അദ്ദേഹത്തിന് അടുത്ത് വരാൻ സമ്മതിക്കും. ഞാൻ അദ്ദേഹത്തെ വിമർശിച്ച് പറയുന്നതല്ല. ഇത് യാഥാർത്ഥ്യം ഇങ്ങനെയാണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശുവിൻ്റെ ഭാഗ്യവചനങ്ങളൊന്നാണല്ലോ, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി ഒരു തിരുമേനി പ്രസംഗിക്കും, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിനെപ്പറ്റി പ്രസംഗിച്ച് കലക്കും. അവിടെ ഇരിക്കുന്നവർ കരഞ്ഞു പോകും. പക്ഷേ അത് കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ആരാധനയൊക്കെ കഴിഞ്ഞ് തിരുമേനി വെളിയിലോട്ട് എഴുന്നള്ളുമ്പോൾ ദരിദ്രനായ ഒരുത്തൻ വന്ന തിരുമേനിയുടെ കൈ ഒന്ന് പിടിക്കാൻ നോക്കിയാൽ, കുലുക്കാൻ നോക്കിയാൽ തിരുമേനി അപ്പം കാണിക്കും ആരാണ് ഭാഗ്യവാനെന്ന്, ദാരിദ്ര്യത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ തിരുമേനി ഒരു കൊച്ചു ക്ലാസ് എടുത്ത് കാണിക്കും. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. വേറെ ഒരു യാഥാർത്ഥ്യം ഇതിനകത്തില്ല. ഇത് മനസ്സിലാക്കാനൊരു പ്രയാസവുമില്ല. സത്യം തിരിച്ചറിയാനും അത് പൊതുവായി പ്രസ്താവിക്കാനുമായുള്ള ഒരു നട്ടല് ക്രിസ്ത്യാനിക്കില്ലാതെ പോകുന്നു എന്നതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയും നിരാശയും. പക്ഷേ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന വളരെ പ്രതീക്ഷാവഹമായ അനുഭവങ്ങളും ഇക്കാലത്തുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഇതിനോട് സഹകരിച്ച് ഇതിനകത്തെ ആത്മീയമായ അന്വേഷണത്തോട് പറ്റി നിന്നുകൊണ്ട് ചിന്തിക്കുന്ന അനേകം ആളുകളിപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു 3000-ൽ ആളുകളെങ്കിലും കേരളത്തിലുണ്ട്, കേരളത്തിനും വെളിയുമായിട്ടുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത് നമ്മുടെ ദൗത്യത്തിൻ്റെ ആരംഭം മാത്രമാണ്. ഇങ്ങനെ
സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയും നാടകത്തിനപ്പുറത്ത് അഭൗമമായ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ ശ്രദ്ധ വെച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ഫലവത്തായ ഒരാത്മീയ ജീവിതം നയിപ്പാൻ ആളുകളെ സഹായിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കാലത്ത് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള ആരംഭമെങ്കിലും നമ്മുടെ കാലത്തുണ്ടാകട്ടെ എന്ന ഒരു പ്രതീക്ഷ, അതിനെ സാധൂകരിക്കത്തക്ക അനുഭവങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും സ്നേഹവും വാത്സല്യവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ അവതരിപ്പിച്ച കാര്യങ്ങൾ അത്ര വലിയ സിസ്റ്റമാറ്റിക് അല്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ പോലും പറയുമോ നിങ്ങൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഞാനങ്ങനെ ഞാനൊരു ലേഖനം എഴുതിയാൽ ഇങ്ങനെയല്ല. ഞാൻ ഒരു കടലാസ് പോലും ഉപയോഗിക്കുക, നിങ്ങളോടൊപ്പം ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ എങ്ങനെയാണ്, ഞാൻ അതുപോലെ മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇതിലുള്ള ആശയ അപ്പകഷ്ണങ്ങൾ നിങ്ങൾ പെറുക്കിയെടുത്ത് അതുകൊണ്ട് നിങ്ങളുടേതായ അന്വേഷണം ആരംഭിക്കുകയും തൽഫലമായി നിങ്ങളുടേതായ തിരിച്ചറിവുകൾ പ്രാപിക്കുകയും പരസ്പരം അവ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ദൗത്യം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയും അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പടർന്നു പിടിച്ച് ഇതൊരു പുതിയ ദർശനത്തിൻ്റെ പിറവിയായി, ഒരു പുതിയ ആത്മീയ സംസ്കാരത്തിൻ്റെ ആരംഭമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിങ്ങളുടെ സംഭാവനകൾ വിലയേറിയതാണ്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.